Hi everyone, let's discuss the treatment of depreciation while calculating business income. We all know that what is depreciation. Depreciation means a decrease in the value of fixed asset due to its wear and tear and passage of time. നമ്മളൊരു ഫിക്സ്ഡ് അസറ്റിന് വരുന്ന വാല്യൂയിലുണ്ടാവുന്ന കുറവാണ് ഡിപ്രീസിയേഷൻ. എങ്ങനെയാണ് അത് യൂസ് ചെയ്യും തോറും അതിന് വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വരുന്ന വാല്യൂ ഡിമിനിഷിങ്ങിനെയാണ് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഇസ് അലവബിൾ ബിസിനസ് എക്സ്പെൻഡിച്ചർ. നമുക്കറിയാം വൈൽ വി കാൽക്കുലേറ്റ് ബിസിനസ് ഇൻകം, ഡിപ്രീസിയേഷൻ ഇസ് ആൻ അലവബിൾ ബിസിനസ് എക്സ്പെൻഡിച്ചർ. ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചില ഇൻകംസ് എന്തല്ല, ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് അലവബിൾ അല്ല. പക്ഷെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ആൻ അലവബിൾ ബിസിനസ് എക്സ്പെൻഡിച്ചർ. ഡിപ്രീസിയേഷൻ ഫോർ ദി പേർപ്പസ് ഓഫ് ഇൻകം ടാക്സ് ഇസ് ഡിഫറെൻറ്റ് ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ദ റീസൺസ് ആർ, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത് പോലെയല്ല ഇൻകം ടാക്സിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ദർ ആർ സം കണ്ടീഷൻസ് ഓഫ് ഡിപ്രീസിയേഷൻ. Depreciation is allowed only on capital assets such as building, machinery, furniture, patents, copyrights, know-how, trademarks, license, franchises. And other assets such as investment, goodwill, etc. not qualify for depreciation. So, while calculating depreciation, that is allowable only in the case of these following assets like a building, machinery, furniture, patent, copyright, know-how, trademark, license, franchise. Then investment goodwill. That is these assets, these intangible assets are not qualified for depreciation. അപ്പോൾ ഈ രണ്ട് അസറ്റ്സിനും എന്തില്ല, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റില്ല. Then assets must be owned wholly or partially by the assessee. Then depreciation ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരു കണ്ടീഷൻ, ദാറ്റ് assets must be owned wholly or partially by the assessee. അപ്പോൾ അസസി മുഴുവനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓണർഷിപ്പ് അസസിക്ക് ഉണ്ടായിരിക്കണം. Then assets should be used for the purpose of business or profession, and that assets must be used for the purpose of assessee's business or profession. അതുപോലെ ആ അസറ്റുകൾ അസസിയുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കുന്നതാവണം. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചില കണ്ടീഷൻസ്. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഡിപ്രീസിയേഷൻ ഡിഡക്ഷൻ അലവബിൾ ആവുള്ളൂ. ഒന്ന് ഈ പറയുന്ന ഐറ്റംസ്, ഈ ക്യാപിറ്റൽ അസറ്റ്സിന് മാത്രമേ ലഭിക്കുള്ളൂ. പിന്നെ ആ അസറ്റ്സ് അസസിയുടേതായിരിക്കണം, ഓൺ ചെയ്യുന്നത് പാർഷ്യലിയോ ഹോളിയോ അസസിയുടേതായിരിക്കണം. അതുപോലെ അത് അസസിയുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ ഉപയോഗിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ്. ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് എ ബ്ലോക്ക് ഓഫ് അസറ്റ്സ്. നമ്മൾ ഇതിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബ്ലോക്ക് ഓഫ് അസറ്റ്സിൽ ആയിട്ടാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ്? Block of assets means a group of assets that may be building, machinery, plant or furniture for which the rate of depreciation prescribed under Income Tax Act will be the same. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് ഓഫ് അസറ്റ്സിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള അസറ്റുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, ആ ഒരു ഗ്രൂപ്പിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ സെയിം ആയിരിക്കും. ഇപ്പോൾ ബിൽഡിംഗ് മെഷീനറി ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷനും. അപ്പോൾ ഒരുപോലെയുള്ള അസറ്റ്സ് അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ സെയിം ആയിരിക്കും. ഇതാണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ്. ദെൻ മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് പറയാനുള്ളത്. മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ പറയുമ്പോൾ ഫോർ ഇൻകം ടാക്സ് പേർപ്പസ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ദി റിട്ടൺ ഡൗൺ വാല്യൂ ഓൺ ഓൾ അസറ്റ്സ്. So the main method of depreciation used is written down value method, except in the case of assets of an undertaking engaged in generation and distribution of power. അപ്പോൾ ഈ ഒരു ബിസിനസ്സിനൊഴികെ, അതായത് സം ബിസിനസ് എൻ്റർപ്രൈസസ് ദാറ്റ് ഇസ് എൻഗേജ്ഡ് ഇൻ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ജനറേഷനും ഡിസ്ട്രിബ്യൂഷനുമായി റിലേറ്റ് ചെയ്ത ചില ബിസിനസ് അണ്ടർടേക്കിംഗ് ഒഴികെ ബാക്കി എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും നമ്മൾ അസറ്റ്സ് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. ദെൻ മറ്റൊരു കാര്യം, ഓൺ അസറ്റ്സ് വിച്ച് ഈസ് ഇൻ യൂസ് ഇൻ ദ ബിസിനസ് ഫോർ 180 days or more, ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് അറ്റ് ഫുൾ റേറ്റ്.
If the asset is used in the business less than 180 days in the previous year, depreciation charged at 50% of normal depreciation rate. Another important thing we should remember while calculating depreciation is that if that asset used by business for more than 180 days or more, ഒരു 180 ഡേയ്സിൽ കൂടുതൽ ആ അസറ്റ് ആ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ ഫുൾ റേറ്റിൽ ഇപ്പോൾ 20% ആണ് ഡിപ്രീസിയേഷൻ എങ്കിൽ 20% ചാർജ് ചെയ്യണം. ഇഫ് ദാറ്റ് അസറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ബിസിനസ് ലെസ് ദാൻ 180 ഡേയ്സ്, 180 ഡേയ്സിലാണ് പ്രീവിയസ് ഇയറിൽ ആ അസറ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് അറ്റ് 50% ഓഫ് ദി നോർമൽ ഡിപ്രീസിയേഷൻ റേറ്റ്. ഇപ്പോൾ 20% ആണെങ്കിൽ അതിൻ്റെ പകുതി 10% ഡിപ്രീസിയേഷൻ റേറ്റ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് പ്രകാരം നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഡിപ്രീസിയേഷൻ ചെയ്യുന്നത് പോലെയല്ല നമ്മൾ ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിൻ്റെ ഡിപ്രീസിയേഷൻ നോക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ആണ്. ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് ആണ്. അതിന് ഒരു ഗ്രൂപ്പിൽ വരുന്ന എല്ലാത്തിനും സെയിം ഡിപ്രീസിയേഷൻ റേറ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ ബ്ലോക്കിൻ്റെ റേറ്റുകൾ പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് ബ്ലോക്ക് ബിൽഡിങ്ങിൻ്റെ ബ്ലോക്കാണ്. ബിൽഡിംഗ് വിച്ച് ആർ മെയിൻലി യൂസ്ഡ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് എക്സെപ്റ്റ് ഹോട്ടൽസ് ആൻഡ് ബോർഡിംഗ് ഹൗസസ്, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 5%. സോ റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ആണെങ്കിൽ 5% ആണ് ഡിപ്രീസിയേഷൻ. സെക്കൻഡ് ബ്ലോക്കിൽ വരുന്നത് ബിൽഡിംഗ് അതർ ദാൻ യൂസ്ഡ് മെയിൻലി ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. റെസിഡൻഷ്യൽ പർപ്പസിന് അല്ലാതെ യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് ആണെങ്കിൽ 10% ആണ് ഡിപ്രീസിയേഷൻ. സോ റെസിഡൻഷ്യൽ പർപ്പസ് ബിൽഡിംഗ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 5%. Building other than used for residential purpose, that is 10%. Then third block is building for installing machinery and plant forming part of water supply project or water treatment system and purely temporary creations such as wooden structures. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മെഷീനറിയോ മറ്റുള്ള പ്ലാന്റ് വാട്ടർ സപ്ലൈ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടാക്കിയ ബിൽഡിങ്ങുകളാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 40% ആണ്. അതുപോലെ തന്നെ വുഡൻ സ്ട്രക്ചേഴ്സ് ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ 40% ആണ് ഡിപ്രീസിയേഷൻ. ദെൻ നെക്സ്റ്റ് കാറ്റഗറി ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 10%. ദെൻ മെഷീനറി, മോട്ടോർ കാർസ് ആൻഡ് അതർ ദോസ് യൂസ്ഡ് ബിസിനസ് റണ്ണിങ് ആയിട്ട്. അപ്പോൾ മോട്ടോർ കാർസ് 15% ആണ്, അതൊക്കെ ഓർത്ത് വയ്ക്കുക. മെഷീനറി 15% ആണ്. സോ ഫർണിച്ചർ 10%, മോട്ടോർ കാർസ് മെഷീനറി 15%, ഷിപ്സ് 20%, ദെൻ മോട്ടോർ ബസ്, മോട്ടോർ ലോറി ആൻഡ് കാർസ് യൂസ്ഡ് ഇൻ എ ബിസിനസ് ഓഫ് റണ്ണിങ് ദം ഓൺ ഹയർ. ഇവിടെ മോട്ടോർ കാർ അതർ ദാൻ ദോസ് യൂസ്ഡ് ഇൻ എ ബിസിനസ് ഓഫ് റണ്ണിങ് ദം ഓൺ ഹയർ. ഹയറിനല്ലാത്തതിൻ്റെതാണെങ്കിൽ 15% ആണ്. ഹയറിന് എടുത്തതാണെങ്കിൽ 30% ആണ്. ദെൻ എയറോപ്ലെയിൻ 40%. Then containers made of glass or plastic used as refills 40%. Non-commercial vehicles, that is 40%. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഐറ്റംസിൻ്റെ റേറ്റുകൾ പഠിച്ചു വയ്ക്കുക. കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ 40%. ദെൻ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ബുക്സ്, പബ്ലിക്കേഷൻസ് ആൻഡ് ബുക്സ് 40% ആണ്. ദെൻ മെഷീനറീസ് യൂസ്ഡ് ഇൻ എ വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് 40%. ദെൻ ബുക്സ് ഓൺഡ് ബൈ അസസി ക്യാരിയിങ് ഓൺ എ പ്രൊഫഷൻ, that is 40%. Then ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് മൊത്തം 25% ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഒന്ന് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് 25%, ദെൻ ബുക്സ് 40%, ദെൻ ഫർണിച്ചർ 10%, മെഷീനറി 15%, then buildings എന്താ പറയുക റെസിഡൻഷ്യൽ പർപ്പസ് 5%, അതർ ബിൽഡിങ്സ് 10%. സോ അത് നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുക ഈ ഐറ്റംസ്. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഇൻകം ടാക്സിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഐറ്റംസിന് മാത്രമേ ഡിപ്രീസിയേഷൻ ഉള്ളൂ. ദാറ്റ് ഈസ് ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, പാറ്റന്റ്, കോപ്പിറൈറ്റ്, നോ ഹൗ, ട്രേഡ് മാർക്ക്, ലൈസൻസ്, ഫ്രാഞ്ചൈസ്. ഇൻവെസ്റ്റ്മെന്റ് ഗുഡ്വില്ലിന് ദാറ്റ് ഈസ് നോട്ട് ക്വാളിഫൈ ഫോർ ഡിപ്രീസിയേഷൻ. ആൻഡ് അസറ്റ് മസ്റ്റ് ബി ഓൺഡ് ബൈ അസസി ആൻഡ് ദാറ്റ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ അസസീസ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ. ദെൻ മറ്റു പ്രധാന കാര്യം ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ആണ്.
ഒരേ കാറ്റഗറി ഉള്ള അസറ്റ്സിന് ഒരു റേറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു റേറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ആണ്. അതിൻ്റെ റേറ്റ് 25% ആണ്. ഇപ്പോൾ ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അതിൽ മറ്റൊരു കാര്യം, അസറ്റ്സ് എല്ലാം റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അതർ ദാൻ ദ ബിസിനസ് അണ്ടർടേക്കിംഗ് എൻഗേജ്ഡ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ജനറേഷൻ ഓഫ് പവർ. അതുപോലെ 180 ഡേയ്സിൽ കൂടുതലാണ് ആ അസറ്റ് പ്രീവിയസ് ഇയർ യൂസ് ചെയ്യുന്നതെങ്കിൽ ഫുൾ റേറ്റ് യൂസ് ചെയ്യണം. 180 ഡേയ്സിൽ താഴെയാണ് പ്രീവിയസ് ഇയറിൽ ആ അസറ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ റേറ്റ് ഇപ്പോൾ 25% ആണെങ്കിൽ, ഇൻടാഞ്ചിബിൾ അസറ്റ് 25%, അല്ലെങ്കിൽ വേണ്ട ഒരു ഫർണിച്ചറിൻ്റെ പെർസെൻറ്റേജ് 10% ആണെങ്കിൽ പകുതി 5% ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 180 ഡേയ്സിൽ താഴെയാണെങ്കിൽ 50% ഓഫ് നോർമൽ ഡിപ്രീസിയേഷൻ റേറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ആ റേറ്റ് ഒക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.